ഓം ശ്രീ മഹാഗണപതി നമ. ഓം ശ്രീ സരസ്വതി നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 3 8ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. പ്രഭൂതാതിവ്യാധിപ്രസഭചലിതേ മാമകഹൃദി ത്വദീയം തദ്രൂപം പരമസുഖചിദ്രൂപമുദിയാത് ഉദഞ്ചദ്രോമാഞ്ചോ ഗളിതബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഠാപരിഭവാൻ. നമുക്ക് ആദ്യത്തെ 2 വരികളിലെ വാക്കുകളുടെ അർത്ഥമൊന്ന് നോക്കാം. പ്രഭൂതാധിവ്യാധി പ്രസഭചലിതേ മാമകഹൃദി. പ്രഭൂത ധാരാളമായിട്ടുള്ള, ആധിവ്യാധി ആധി മനസ്സിൻ്റെ വിഷമം, വ്യാധി ശരീരത്തിൻ്റെ രോഗക്ലേശം, പ്രസഭചലിതേ പ്രസഭം വല്ലാതെ, ചലിതേ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇളകി മറിച്ചുകൊണ്ടിരിക്കുന്ന, മാമകഹൃദി അതായത് പ്രഭൂതാധിവ്യാധി പ്രസഭചലിതേ എന്നാൽ ധാരാളമായ മനോവിഷമങ്ങളും ശരീരത്തിൻ്റെ വിഷമങ്ങളും വല്ലാതെ ഇളകി മറിച്ചുകൊണ്ടിരിക്കുന്ന മാമകഹൃദി. മാമക എൻ്റെ ഹൃദി, ഹൃദയം, എൻ്റെ ഹൃദയം. വളരെയധികം രോഗക്ലേശങ്ങളും മനോവിഷമങ്ങളും വല്ലാതെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഹൃദയത്തിൽ ത്വദീയം തദ്രൂപം പരമസുഖ ചിദ്രൂപം ഉദിയാത്. ത്വദീയം അങ്ങയുടെ നിന്തിരുവടിയുടെ തദ്രൂപം, തദ് ആ രൂപം, ആ രൂപം, പരമസുഖചിദ്രൂപം അതായത് പരമസുഖം പരമാനന്ദ സുഖം നൽകുന്ന ചിദ്രൂപം സച്ചിദാനന്ദ രൂപം ഉദിയാത് ഉദിക്കട്ടെ, തിളങ്ങി തെളിയട്ടെ. ധാരാളം രോഗക്ലേശങ്ങൾ കൊണ്ടും മനോവിഷമങ്ങൾ കൊണ്ടും വല്ലാതെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ ആ പരമാനന്ദ സുഖം നൽകുന്ന സച്ചിദാനന്ദ രൂപം ഉദിച്ച് തിളങ്ങി തെളിയട്ടെ എന്നാണ് ആദ്യത്തെ 2 വരികളിൽ പറയുന്നത്. അടുത്ത 2 വരികൾ നോക്കാം. ഉദഞ്ചദ്രോമാഞ്ചോ ഗളിതബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഠാ പരിഭവാൻ. ഉദഞ്ചദ്രോമാഞ്ചോ, ഉദഞ്ചത് പൊട്ടിപ്പുറപ്പെട്ട മുളച്ചു പൊന്തിയ, രോമാഞ്ചോ രോമാഞ്ചം രോമഹർഷവും, ഗളിത ബഹുഹർഷാശ്രു ഗളിതം ഒഴുകുന്ന, ഗളിത ബഹു ധാരാളമായിട്ടൊഴുകുന്ന, ഹർഷാശ്രു ഹർഷം സന്തോഷം, ഹർഷാശ്രു സന്തോഷക്കണ്ണീര്, ആനന്ദക്കണ്ണീര് അതായത് വളരെയധികം ധാരാളമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആനന്ദ കണ്ണുനീരിൻ്റെ നിവഹോ ധാരയിൽ, നിവഹ എന്നാൽ നിവഹം എന്നാൽ ധാര, നിവഹോ ആ ധാരയിൽ, യഥാ വിസ്മര്യാസം യഥാ എല്ലാം, വിസ്മര്യാസം വിസ്മരിക്കുമാറാകട്ടെ, മറക്കുമാറാകട്ടെ, ദുരുപശമ പീഠാപരിഭവാൻ. ഉപശമം എന്നാൽ ശമിക്കുക എന്നർത്ഥം. ദുരുപശമ ശമിക്കാൻ ബുദ്ധിമുട്ടുള്ള, മാറാൻ പ്രയാസമുള്ള, പീഠാപരിഭവാൻ രോഗക്ലേശങ്ങളുടെ അടക്കാനാവാത്ത കഷ്ടപ്പാടുകൾ, പീഠാപരിഭവാൻ അടക്കാനാവാത്ത രോഗപീഠകളെ യഥാവിസ്മര്യാസം എല്ലാം വിസ്മരിക്കുവാൻ എനിക്ക് കഴിയട്ടെ. അതായത് മുളച്ചുപൊന്തിയ രോമഹർഷം കൊണ്ടും ധാരാളമായിട്ട് ധാരധാരയായി ഒഴുകുന്ന സന്തോഷാശ്രുക്കൾ കൊണ്ടും ശമിക്കാൻ പ്രയാസമുള്ള രോഗക്ലേശ ദുഃഖങ്ങളെയെല്ലാം പൂർണ്ണമായും മറക്കുവാൻ എനിക്ക് സാധിക്കുമാറാകട്ടെ എന്നാണ് രണ്ടാമത്തെ 2 വരികളിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥമൊന്ന് പറയാം. വളരെയധികം രോഗക്ലേശങ്ങൾ കൊണ്ടും മനോവിഷമതകൾ കൊണ്ടും വല്ലാതെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ ആ പരമാനന്ദ സുഖം നൽകുന്ന സച്ചിദാനന്ദ രൂപം ഉദിച്ചു തിളങ്ങി തെളിയട്ടെ. അങ്ങനെ ആകുമ്പോൾ മുളച്ചു പൊന്തിയ രോമഹർഷം കൊണ്ടും ധാരാളമായിട്ട് സന്തോഷം കൊണ്ട് ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീർ കൊണ്ടും ശമിക്കാൻ പ്രയാസമുള്ള എൻ്റെ രോഗക്ലേശ ദുഃഖങ്ങളെ പൂർണ്ണമായും മറക്കുവാൻ എനിക്ക് സാധിക്കുമാറാകട്ടെ. അതായത് ഭഗവത് രൂപമാകുന്ന പരമാനന്ദ രസായനം കുടിക്കുകയും രോമാഞ്ചത്തൈലം പുരട്ടുകയും ആനന്ദ കണ്ണീർ കൊണ്ട് ധാര ചെയ്യുകയുമല്ലാതെ തൻ്റെ ഈ വാതരോഗത്തിന് വേറെ യാതൊരു ചികിത്സയും ചെയ്യാനില്ലെന്നാണ് മേൽപ്പത്തൂർ അർത്ഥമാക്കുന്നത്.
ഭക്തി വർദ്ധിച്ചാൽ എല്ലാ ആധിവ്യാധികളും തന്നെത്താൻ ഒഴിഞ്ഞു മാറിക്കൊള്ളുമെന്നാണ് മേൽപ്പത്തു പറയുന്നത്. പരമാനന്ദ അദ്വൈതാമൃതം നൽകുന്ന ഭഗവത് രൂപം മനസ്സിൽ തെളിഞ്ഞാൽ സകല ദുഃഖങ്ങളും മറന്നു പോകുമെന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. പ്രഭൂതാധിവ്യാധിപ്രസഭചലിതേ മാമകഹൃദി ത്വദീയം തദ്രൂപം പരമസുഖചിദ്രൂപമുദിയാത് ഉദഞ്ചദ്രോമാഞ്ചോ ഗളിതബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമ പീഠാപരിഭവാൻ. 9ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.